വിശന്നാൽ നിങ്ങൾ നിങ്ങളല്ലാതാകുമെന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലേ? എന്താണ് ഇപ്പോൾ അത് പറയാൻ കാരണം? ഒരു ഉദാഹരണം നോക്കാം. സംസ്ഥാനത്തേക്ക് ഈ നിക്ഷേപങ്ങളൊക്കെ ആകർഷിക്കാൻ സർക്കാരുകൾ നടത്തുന്ന ആഗോള നിക്ഷേപക സമ്മേളനങ്ങൾ എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ച് നമുക്കൊക്കെ ഏറെക്കുറെ ഒരു ധാരണയുണ്ടല്ലേ? നമ്മൾ കുറച്ച് ദിവസമായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തതാണ്. നിക്ഷേപങ്ങളെക്കുറിച്ച് ഗൗരവമേറിയ ചർച്ച നടക്കുന്ന ഒരിടം, അവിടേക്കാണ് പോകുന്നത്. അവിടെ എന്താണ് ഈ വിശപ്പുമായിട്ടുള്ള ബന്ധം? അവിടെ അടിപിടി ഉണ്ടായതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്, അതും ഉച്ചഭക്ഷണത്തിന് വേണ്ടി. അനൂപ് ദാസ് ആണ് നമ്മുടെ കൂടെ ഉള്ളത്. അനൂപെ, ശരിക്കും ഈ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഈ വല്ലാത്ത രീതിയിൽ അങ്ങ് കടിപിടി കൂടുന്നത് ഏറെക്കുറെ നമ്മുടെയൊക്കെ ഈ നാട്ടിൽ നിന്നായിരിക്കും കൂടുതൽ വിവരങ്ങൾ വരുന്നത് അല്ലേ? കല്യാണത്തിന് ചെന്നാലും എന്തേലും മരണം നടന്ന ആ വീട്ടിൽ ചെന്നാലും ഇതൊക്കെ ഒരു വലിയൊരു ഇവന്റ് ആണ്. അവിടെ ചെന്നാലും ഭക്ഷണം കണ്ടാൽ എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ അടി ഇടി പിടി കടിയാണ്. എന്ത് ചെയ്യാൻ പറ്റുമല്ലേ? ഇവിടെ എന്താണ് ഉണ്ടായത്? ആഗോള നിക്ഷേപക സംഗമമാണ് മധ്യപ്രദേശിനെ സംബന്ധിച്ച്. അവിടുത്തെ നിക്ഷേപ സംഗമത്തിന്റെ 8ാം അധ്യായം ഇത്തവണ അത് സംഘടിപ്പിക്കുമ്പോൾ ഉച്ചയ്ക്ക് ആദ്യ ദിവസം കാര്യമായി കുഴപ്പങ്ങളൊന്നുമില്ലാതെ നടന്നു. 2ാം ദിവസമാണ് ഇത്തരത്തിൽ ആളുകൾ ഒരുമിച്ച് ഭക്ഷണം കൊടുക്കുന്ന സ്ഥലത്തേക്ക് എത്തുകയും പ്ലേറ്റിനായി അടുകൂടുകയും പ്ലേറ്റൊക്കെ നിലത്ത് വീണ് പൊട്ടുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് ചില ആളുകൾ പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ നിക്ഷേപ സംഗമം എന്ന് പറഞ്ഞ് വലിയ പരിപാടി നടത്തുക മാത്രമാണ് ഉണ്ടായത്. നിക്ഷേപകരൊന്നും എത്തിയിട്ടില്ല. അതിന് പകരം വേറെ കുറേ ആളുകളെ ഈ പരിപാടിയിലേക്ക് കയറ്റി കൊണ്ടുവന്നതാണ്. ആ ആളുകൾ ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞു കൊണ്ടുവന്നു. അങ്ങനെ ഭക്ഷണത്തിന് വേണ്ടി അവർ അടിയുണ്ടാക്കി എന്നാണ് പറയുന്നത്. പക്ഷേ സർക്കാർ പറയുന്ന കാര്യം ഇത് അങ്ങനെയൊന്നുമല്ല, വ്യാജ പ്രചാരണം മാത്രമാണ്. 30 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം ഈ ദിവസങ്ങളിൽ മധ്യപ്രദേശിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ്. എന്തായാലും നമ്മൾ ഈ കാഴ്ചകൾ കാണുമ്പോൾ അതിൻ്റെ സംഘാടനത്തിലൊക്കെ വന്ന പിഴവിനെ കുറിച്ച് ഉറപ്പായും നമുക്ക് ഓർമ്മ വരും. എന്തായാലും ഭക്ഷണമാണ്, അതിനുവേണ്ടി ആളുകൾ തിരക്കിയതാണ്. ശരി ശരി അനൂപ.